പ്രകൃതി പൊന്നണിയിക്കുന്ന പ്രദേശം കുട്ടനാട്. അത്ഭുതങ്ങളുടെ ജീവിത വിസ്തൃതിക്ക് പേര് കേട്ട നാട്. ഭേദചിന്തകൾക്കിടം കൊടുക്കാതെ മാനവികതയുടെ വിശ്വത കാന്തി വിളമ്പിയ സമ്യക് ദർശനങ്ങളുടെ പ്രചാരകനും പ്രവാചകനുമായ സാക്ഷാൽ ശ്രീബുദ്ധന്റെ മഹത്വകിരണങ്ങൾ പെയ്തിറങ്ങിയ നാടെന്ന് ഖ്യാതി നേടിയ കുട്ടനാട്. സംഘകാലബോധത്തിന്റെ തേരോട്ടങ്ങൾ കൊണ്ട് ചേരച്ചോള പാണ്ഡ്യ രാജാക്കന്മാരുടെ ആധിപത്യം ഉറപ്പിച്ചിരുന്ന ചരിത്രസ്ഥലി. പാരമ്പര്യത്തിന്റെ അടിവേരികളിൽ നിന്നും ആകാശമുട്ടെ പടർന്നു പന്തലിച്ച മഹാവൃക്ഷത്തിന്റെ സ്വഭാവ ഗരിമയോടെ പടർന്നു കിടക്കുന്ന നാട്ടഴക്. ഉറ്റവനും ഉടയോനും മണ്ണെന്ന് മാത്രം വിശ്വസിക്കുന്ന കാർഷിക സംസ്കൃതിയുടെ കാവലാളന്മാർ കാത്തുസൂക്ഷിക്കുന്ന ഭൂപ്രദേശം. സമരകാഹളം മുഴക്കി ജീവിതാവകാശം നേടിയെടുത്ത കരിമാടിക്കരുത്തിന്റെ കൂട്ടരങ്ങ്. ചുരുളഴിഞ്ഞ് ഇരുള് പരക്കുമ്പോഴും സൗന്ദര്യത്തിന്റെ ഓളച്ചുറ്റുകൾ സമ്മാനിക്കുന്ന സാമ്യമില്ലാത്ത അന്തരീക്ഷം വിളമ്പുന്ന ഈ നാടിനെ അറിയാൻ ഒരു തൊട്ടറിവ് യാത്ര. തമ്പുരാൻ തിരുമുമ്പിൽ കുമ്പിടും പണി പോരാ, അന്തിയായാൽ പുഞ്ചയ്ക്കേ ഇരുദേവി കൂട്ടേണം. തമ്പുരാൻ തിരുമുമ്പിൽ കുമ്പിടും പണി പോരാ, അന്തിയായാൽ പുഞ്ചയ്ക്കേ ഇരുദേവി കൂട്ടേണം. തനതിന്തന തിന്താരോ തനതിന്തന തിന്താരോ തനതിന്തന തിന്താരോ ഈയം താരാ. കുഞ്ചനീര് നക്കുമ്പം പുള്ളുപീച്ച കൂടുമ്പം എനയഞ്ഞു മാടത്തെ പായലങ്ങ് കൂടുന്നേ. തനതിന്തന തിന്താരോ തനതിന്തന തിന്താരോ തനതിന്തന തിന്താരോ ഈയം താരാ. തനതിന്തന തിന്താരോ തനതിന്തന തിന്താരോ തനതിന്തന തിന്താരോ ഈയം താരാ. കുട്ടനാടൻ ജനജീവിതത്തെക്കുറിച്ചും ആവാസ വ്യവസ്ഥയെക്കുറിച്ചും നേരിട്ട് അറിയുവാൻ പുന്നപ്ര അറവാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും ജില്ലാ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ രഞ്ജൻ സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പഠന യാത്രയ്ക്ക് അറവുകാട് ക്ഷേത്രയോഗത്തിൻ്റെയും അതോടൊപ്പം അറവാട് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ചരിത്രപ്രസിദ്ധമായ പുന്നപ്രയിലെ അറവുകാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരുപറ്റം വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരോടൊപ്പം നടത്തിയ ഈ യാത്ര വിസ്മയ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലുകളാൽ അവിസ്മരണീയമായി. വേമ്പനാട്ട് കായലിന്റെ കൈവഴിയിലൂടെ യാത്രയ്ക്ക് തുടക്കമായി. പ്രശസ്തിയുടെ അഗ്രിമസ്ഥാനത്തുള്ള നെഹ്റു ട്രോഫി ജലോത്സവം നടന്നുവരുന്ന പുന്നമടയിലൂടെ നാട്ടറിവ് യാത്രാസംഘം പുരോഗമിച്ചു. വള്ളംകളിക്ക് പേരുകേട്ട കുട്ടനാട്ടിൽ നടക്കുന്ന പ്രധാന ജലമേളകളെപ്പറ്റിയും ഇതിന് തുടക്കം കുറിക്കുന്ന
ചമ്പക്കുളത്തെ പമ്പയാറ്റിൽ നടക്കുന്ന മൂലം വള്ളംകളിയുടെ ഐതിഹ്യവും 1952 ആരംഭിച്ച നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ പശ്ചാത്തലവും കുട്ടികൾക്ക് വിവരിച്ചു കൊടുക്കുന്നതിൽ അധ്യാപകർ തൽപരരായിരുന്നു. ചുണ്ടനും വെപ്പും ഇരുട്ടുകുത്തിയും തെക്കനോടിയും കൊതുമ്പുവള്ളവും വളവരയൻ വള്ളവും കൊച്ചുവള്ളവും പരുന്തുവാലനും ചിരട്ടവള്ളവും കടത്തുതോണിയും ഒരു ജനതയുടെ ജീവിത വ്യാപാരവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് പുത്തൻ അനുഭവ മേഖലകളായി. വഞ്ചിപ്പാട്ടും നാടൻപാട്ടും കൈകൊട്ടിക്കളിക്കുന്ന നാട്ടുമുറ്റത്തെ ഓരോ കാഴ്ചയും അത്ഭുതങ്ങളുടെ ചിറ്റോളങ്ങൾ സമ്മാനിക്കുന്നു. കുട്ടനാടിനെ വൈവിധ്യങ്ങളുടെ വിളഭൂമിയാക്കുന്നതിൽ വേമ്പനാട്ടുകായലിനുള്ള പങ്ക് വളരെ വലുതാണ്. വടക്ക് അഴീക്കോട് മുതൽ തെക്ക് ആലപ്പുഴ വരെ നീണ്ടുകിടക്കുന്ന ജലാശയമാണ് വേമ്പനാട്ടുകായൽ. 96.5 കിലോമീറ്റർ നീളമുള്ള ഈ കായലാണ് കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും. തണ്ണീർമുക്കത്തിന് തെക്കു മുതൽ ആലപ്പുഴ വരെയുള്ള കായൽ ഭാഗത്തെയാണ് ഇന്ന് വേമ്പനാട്ടുകായൽ എന്ന് വിളിക്കുന്നത്. ഇതിനു മാത്രം 60 കിലോമീറ്റർ നീളമുണ്ട്. കായലിന്റെ ഓരോ ഭാഗത്തിനും ഓരോ പ്രാദേശിക നാമങ്ങളുമുണ്ട്. അഴീക്കോട്, കൊച്ചി, ചെമ്പ്, വൈക്കം, കുമരകം, വേമ്പനാട് എന്നിവയാണത്. ആകെ 256 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം. ഇത് നദികളുടെ സ്വന്തം നാട്. 4 പ്രധാന നദികളായ പമ്പ, അച്ചൻകോവിൽ, മണിമല, മീനച്ചിൽ ഇവയ്ക്കു പുറമെ ചാലക്കുടി, പെരിയാർ, മൂവാറ്റുപുഴ എന്നീ നദികളടക്കം 7 നദികൾ വേമ്പനാട്ടുകായലിൽ നിപതിക്കുന്നു. കുട്ടനാടിനെ പോഷക സമൃദ്ധമാക്കുന്നതിൽ ഈ നദികൾക്കുള്ള പങ്ക് വളരെ വലുതാണെന്ന തിരിച്ചറിവ് വിദ്യാർത്ഥികളിൽ അന്വേഷണാത്മക പഠന പ്രക്രിയയെ ഏറെ സ്വാധീനിച്ചു. കനകം വിളയുന്ന വിശാലമായ വയലേലകൾ നീട്ടിവിരിച്ച പട്ടുചേല പോലെയുള്ള കുട്ടനാടൻ ജനതയുടെ ജീവിതരീതിയും കൃഷിരീതിയും ഒന്ന് വിസ്തരിച്ചു കേട്ടപ്പോൾ വിദ്യാർത്ഥികൾക്കുണ്ടായ ആശ്ചര്യം അറിവുകൾ കൊണ്ട് പങ്കുവച്ചു. ഞങ്ങളുടെ പഠനയാത്രാ സംഘം നെടുമുടി പിന്നിട്ട് മണിമല മുട്ടി ജെട്ടിയിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ കുട്ടനാടുമായി ബന്ധപ്പെട്ട് ആധികാരികമായി സംസാരിക്കുവാൻ കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന ആനിയമ്മ ടീച്ചർ ഇവിടെ ഉണ്ട്. ടീച്ചർ കുട്ടികളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷന് ടീച്ചറിനെ സാദരം ക്ഷണിക്കുകയാണ്. ഞങ്ങൾ അറുവാട് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. കുട്ടനാടിനെ പറ്റി പഠിക്കാൻ ആഗ്രഹമുണ്ട്. കുട്ടനാടിന്റെ ജീവിത രീതിയെക്കുറിച്ച് ടീച്ചർക്ക് അറിയുമെന്ന് പറഞ്ഞത്. കുട്ടനാട് നിർമ്മിക്കപ്പെട്ട ഒരു ഭൂപ്രദേശമാണ്. കുട്ടനാട് വെള്ളത്തിൽ ആയിരുന്ന സ്ഥലമാണ്. ആളുകൾ ഈ വയലിൽ നിന്ന് ചെളി കുത്തിയെടുത്ത് അതിനുവേണ്ടി പ്രത്യേകം ആളുകളുണ്ട്. അവർ വന്ന് കുത്തി ഉയർത്തിയ ഒരു ഭൂപ്രദേശമാണ് ഈ കുട്ടനാട്. എന്നാൽ ഇപ്പോൾ കുട്ടനാട്ടിലേക്ക് മണ്ണ് വരുന്നത് കിഴക്കൻ മലകൾ ഇടിച്ച് വരുന്ന ഗ്രാവൽ ടിപ്പർ ലോറികൾ കുട്ടനാടിൻ്റെ ഈ റോഡുകളിലൂടെ പരക്കം പായുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ചരിത്രാതീത കാലത്ത് കുട്ടനാട് പൂർണ്ണമായും കടലിനടിയിലായിരുന്നുവെന്ന് ചില ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട്.
കടൽ പിൻവാങ്ങിയപ്പോൾ നദികളിലൂടെ ഒഴുകിയെത്തിയ എക്കൽ വന്നടിഞ്ഞ് ചതുപ്പ് പ്രദേശം ഉണ്ടായെന്നും പറയുന്നു. 1154 ചതുരശ്ര കിലോമീറ്റർ ആകെ വിസ്തീർണമുള്ള കുട്ടനാടിന്റെ 304 ചതുരശ്ര കിലോമീറ്റർ സമുദ്രനിരപ്പിനേക്കാൾ 1 മീറ്റർ ഉയരത്തിൽ കിടക്കുന്നു. 500 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം സമുദ്രനിരപ്പിനേക്കാൾ 0.6 മുതൽ 2.2 വരെ താഴെയാണ്. കായൽ നികത്തിയെടുത്ത സ്ഥലത്താണ് ആളുകൾ താമസിക്കുന്നതെന്ന അറിവാണ് വിദ്യാർത്ഥികളെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. ധാരാളം വീടുകളും 2-3 നിലകളുള്ള കെട്ടിടങ്ങളും വലുതും ചെറുതുമായ പാലങ്ങളും കനാലുകളും ബണ്ടുകളും അങ്ങോളമിങ്ങോളമുള്ള കുട്ടനാടിനെ കേരളത്തിലെ ഹോളണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ സ്വാഭാവികത മാത്രമേ ഉള്ളൂ. കുട്ടനാടൻ ജനതയുടെ ജീവിത രീതിയും അവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ആ നാടിൻ്റെ പ്രത്യേകതയും നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു നാട്ടറിവ് യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ആലപ്പുഴയിലെ എന്നല്ല, കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ യാത്രാനുഭവം പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഭൂപ്രകൃതി അനുസരിച്ച് കുട്ടനാടിനെ വരണ്ട പ്രദേശം, വെള്ളം കെട്ടി നിൽക്കുന്ന താഴ്ന്ന പ്രദേശം, ജലാശയ ഭാഗങ്ങൾ എന്നിങ്ങനെ 3ആയി തിരിക്കാം. മണ്ണിന്റെ സ്വഭാവ ഗുണമനുസരിച്ചും ഉയർച്ച താഴ്ചയുടെയും അടിസ്ഥാനത്തിൽ വെള്ളം കെട്ടിനിൽക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളെ കരപ്പാടമെന്നും കായൽ പ്രദേശമെന്നും കരിപ്രദേശമെന്നും 3ആയി തരംതിരിച്ചിട്ടുണ്ട്. കുട്ടനാടൻ ജനതയുടെ ജീവിതം കൃഷിയെ ആശ്രയിച്ചാണ്. 1,35,000 ഏക്കർ കൃഷിസ്ഥലമാണ് ഇവിടെ ഉള്ളത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി ആകെ 1129 പാടങ്ങളുണ്ടെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം. ഇവിടെ 4 വിഭാഗം നെൽപ്പാടങ്ങൾ: കായൽപ്പാടം, ബണ്ട് പ്രദേശത്തെ പാടം, കരിനിലം, കരപ്പാടം എന്നിങ്ങനെ. സമുദ്രനിരപ്പിൽ നിന്നും സെന്റിമീറ്റർ നിരക്കിൽ 60 മുതൽ 220 വരെ താഴെയാണ് 50,000 ഏക്കർ നെൽപ്പാടങ്ങൾ. നെതർലാൻഡിലെ കൃഷിരീതി ഒഴിച്ചാൽ ഇങ്ങനെ ഒന്ന് കേരളത്തിലെ കുട്ടനാട്ടിൽ മാത്രം. കൃഷിയില്ലാത്ത സമയത്ത് ഇവിടുത്തെ വയലുകൾ വെള്ളം കയറി മൂടിക്കിടക്കും. വിത്ത് വിതയ്ക്കുന്നതിന് 2-3 മാസം മുൻപേ വരമ്പ് പണി ആരംഭിക്കും. ബണ്ടുകൾ ബലപ്പെടുത്തിയും അമ്ലരസം കുറയ്ക്കാൻ കുമ്മായം വിതറിയും നിലമുഴുതും വിത്ത് വിതയ്ക്കാനായി പാടങ്ങൾ സജ്ജമാക്കും. ആദ്യകാലത്ത് ചക്രം ചവിട്ടിയാണ് വെള്ളം വറ്റിച്ചിരുന്നത്. കർഷക ജനതയുടെ അധ്വാനവും ജീവിതഭാരവും ചക്രം ചവിട്ട് പാട്ടിലൂടെ പ്രചരിച്ചിരുന്നു. നേരം പോയി മറപറ്റി കാലം കോഴി കൊളക്കോഴി തത്തി പാറുന്നേ. നേരം പോയ നേരത്ത് കൊല ചെയ്യേ അരമൂറി കരിക്കും തന്ന് കൊല ചെയ്യേ. ഏരിവിടെ വന്നപ്പ ഏടില്ല മൂടില്ല. ഏരിവിടെ വന്നേ പിന്നെ വെട്ടാക്കോളം വെട്ടിച്ച് കെട്ടാപ്പോര കെട്ടിച്ച് വെട്ടാക്കോളം വെട്ടിച്ച് കെട്ടാപ്പോര കെട്ടിച്ച്. പിന്നീട് 1-ാം ലോക മഹായുദ്ധകാലത്ത് കൊച്ചിയിലെത്തിയ ജോർജ് ബ്രണ്ടൻ എന്ന ബ്രിട്ടീഷ്